കേരളത്തിലാണല്ലോ ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉള്ളത്. ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മേജർ ഫയർ വർക്ക്സ് അങ്ങനത്തെ ഒരു ഷോ പരിപാടികൾ നടക്കാറുണ്ടോ? ഇല്ലേ ഇല്ല. കേരളത്തിൽ മാത്രമാണ് ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഉള്ളത്. മറ്റുള്ളിടത്തല്ല. ഈ മാരേജിന് അവർ 110 ഷോട്ട്സ് 200 ഷോട്ട്സ് ആ സമയത്ത് ഈ കല്യാണ സമയത്ത് അവർ പൊട്ടിക്കുകയുള്ളൂ. ഞാനൊന്നും ഒരു ലൈസൻസും കേരളത്തിന് പുറത്ത് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടേ ഇല്ല. ഒരു ലൈസൻസിന് ആപ്ലിക്കേഷൻ പോലും നമുക്ക് വരാറില്ല. പക്ഷെ അവിടെ ഈ കല്യാണങ്ങൾക്ക് അത് 250 കിലോ വരെ 250 കിലോ വരെയുള്ള ലൈസൻസ് ഒരാൾക്ക് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. 100 കിലോയ്ക്ക് വരെ ലൈസൻസ് വേണ്ട. അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് പൊട്ടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അവർ പൊട്ടിക്കുന്നുള്ളതല്ലാതെ അവിടെ ഒന്നും അങ്ങനെ ഒരു ആക്സിഡൻസേ ഇല്ല. അവർക്ക് അവിടെ ആക്സിഡൻസ് പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന എപ്പോഴാണ്? ഈ ഫയർ വർക്ക്സ് ദീപാവലിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ബൈക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഐലൻഡ് സൈലൻസറിൽ കയറി പിടിച്ചിട്ട് അങ്ങനെ മരിച്ച റിപ്പോർട്ടുകളൊക്കെ ഉള്ളു. അല്ലാതെ ഈ ഡിസ്പ്ലേ സൈറ്റിലുണ്ടായ അപകടങ്ങളെ കുറിച്ചൊക്കെ വളരെ കുറവാണ്. ദീപാവലിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് അവിടെ. കാരണം ന്യൂ ഇയർ, ദീപാവലിക്കോ അല്ലാതെ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനും ഞാൻ ചെയ്തിട്ടില്ല. മറ്റുള്ള ഞാൻ ഭണ്ഡാര എന്ന് പറഞ്ഞാൽ നാഗ്പൂരിനടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ജയ്പൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, വഡോദരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവത്തില്ല. ഓക്കെ. പക്ഷെ ഈ ദീപാവലി കഴിയുന്ന സമയത്ത് ഡൽഹിയിൽ നിന്നൊക്കെ സ്ഥിരം വരുന്ന ഒരു വാർത്തയാണ് എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. പിന്നെ അത് ദീപാവലി കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് റോട്ടിൽ ഇറങ്ങാനേ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു എഫക്റ്റ് എങ്ങനെയാ? ഡൽഹിയിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ ആ സമയത്തുള്ള തണുപ്പ്, അവിടുത്തെ വിൻഡ് മൂവ്മെന്റ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ പടക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതിന്റെ പൊല്യൂഷൻ ആ ഒരു സമയത്തുണ്ടാവും. ബട്ട് ഇൻ ദ മോർണിംഗ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഒരു 11-12 ആകുമ്പോൾ ഇതെല്ലാം ഡിസ്പേസ് ചെയ്ത് പോവുകയാണ് സാധിക്കുക. പൊല്യൂഷൻ അവിടെ ഇല്ലാന്ന് നമ്മൾ പറയുകയല്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദി ഫയർ വർക്ക്സ് വിച്ച് ഇസ് ബെൻഡ്, ബട്ട് ഓൾസോ ബിക്കോസ് ഓഫ് ദി റോഡ് ആൻഡ് അതർ ഷുഗർ കെയിൻ്റെ ബേണിങ്. അതൊക്കെ അവിടെ ഷുഗർ കെയിൻ ബിസിനസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അതെല്ലാം വരുന്നതുകൊണ്ടാണ് ആ പൊല്യൂഷൻ വരുന്നത്. ബട്ട് there are rules and regulations which stipulates the green fireworks only to be. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലെ 80% ഫാക്ടറീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഫയർ വർക്ക്സ് ആണ്. അതെന്താ വ്യത്യാസം? കാരണം അവിടെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കുറെ കെമിക്കലുകൾ, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന കുറെ കെമിക്കൽസ് ഉണ്ട്. ആ ബേരിയം നൈട്രേറ്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയും. അതിന്റെ യൂസേജ് പെർസെൻറ്റേജ് ഓഫ് യൂസേഴ്സ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ്. അപ്പൊ നീറി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അറ്റ് നാഗ്പൂർ. അവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഇപ്പൊ ഇവരെല്ലാം തന്നെ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫയർ വർക്ക്സ് ബോക്സിൽ കാണാം അവരുടെ നീറിയുടെ ഒരു അപ്രൂവൽ നമ്പറും ഇറ്റ്സ് ഗ്രീൻ ഹൈഡ്രജൻ, അതിനൊരു പ്രത്യേക ലേബലും കൊടുത്ത്. അപ്പൊ അവർ ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് അവര് ഒരു അറൌണ്ട് 60% ഓഫ് ദി ഫാക്ടറീസ് ഇൻ ശിവകാശി ഹാസ് ഇംപ്ലിമെന്റഡ് ഇറ്റ്. അപ്പം ഇനി വരുന്നത് പരിസ്ഥിതി സന്തുലനം ആയിട്ടുള്ള പടക്കങ്ങളായിരിക്കും വരിക. അത് ഗവൺമെന്റ് ഈസ് റിയലി പ്രൊമോട്ടിങ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് അറൌണ്ട് 60% ഇപ്പൊ അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഫയർ വർക്ക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിവിടെ ഈ പാർക്കിന് തന്നെ വേണമെങ്കിൽ ഗ്രീൻ ഫയർ വർക്ക്സ് പാർക്ക് തന്നെ പേര് കൊടുക്കാം. കാരണം അങ്ങനെ ഒരു പരിസ്ഥിതി സന്തുലനത്തിന് അനുയോജ്യമായ ഒരു പടക്ക നിർമ്മാണത്തിലേക്ക് നമ്മൾ കഴിയുകയാണെങ്കിൽ അത് നല്ലൊരു ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പടക്ക നിർമ്മാണശാലകൾ വരാൻ ചാൻസ് ഉണ്ട്. അത് വരുമ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽസ് അങ്ങനെയുള്ളതൊന്നും വരില്ല, പൊല്യൂഷൻ കുറയും, അപകടവും കുറയും. ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഇതിനകത്തുള്ള റോൾ എന്താ ശരിക്കും? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുള്ള റോൾ എന്ന് പറയുന്നത് ഈ പടക്കങ്ങൾ ഇത്ര മിനിറ്റ് ദൂരെ വെച്ചിട്ട് അവർ പരിശോധിക്കണം, സൗണ്ട് ലെവൽ നോക്കണം. പിന്നെ ഈ ഡിസ്പേർഷൻ വരുമ്പം ഞാൻ 2016-17 വരുമ്പം ഈ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥരവിടെ കാണാറുണ്ട്. അവരത് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ മാറി പോവും. എന്നിട്ട് അവര് അത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. സൗണ്ട് ലെവൽ എത്ര ഉണ്ടായിരുന്നു, 125 ഡെസിബൽസ്, അതൊക്കെ അവര് പരിശോധിച്ച് അവർ ആക്ഷൻസ് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് തൃശ്ശൂർ പൂരത്തുള്ള ഈ ലാസ്റ്റിലുള്ള വെടിക്കെട്ട് ലാസ്റ്റ് കൂട്ടപ്പെരിച്ചിലിന്റെ ഇടയിലൊന്നും ഇതൊന്നും അവർക്ക് അവരുടെ മൈക്ക് കത്തിപ്പോവും. അതെത്ര ഡെസിബിലൊക്കെ വരും?
that will be more than 140 ഒക്കെ വരും എങ്ങനെയായാലും. ബട്ട് ദാറ്റ് ഇസ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ്. ഇറ്റ് ഡസൻറ്റ് ഹാവ്. കൂട്ടപ്പെരിച്ചിലിൻ്റെ ഞാനും അന്നത്തെ കളക്ടർമാരും ഒക്കെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാറുണ്ട്. വി ഹാവ് ഫെൽറ്റ് ഇറ്റ്. ഹാർഡ്ലി 100 meters away ഞാനും അന്നത്തെ കളക്ടർ കൗശികനും ഒക്കെ ഞങ്ങൾ അന്നത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് വി ഫെൽറ്റ് ദാറ്റ് മൊമെന്റം. പ്രകമ്പനം. അത് ആ പ്രകമ്പനമൊന്നും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കിട്ടൂല. ദാറ്റ് ഈസ് അവർ ഹാർട്ട് വിൽ എക്സ്പ്ലോഡ് എന്ന് നമ്മൾ വിചാരിക്കും. അത്ര മാത്രം. ദാറ്റ് ഇസ് വൺ ഓഫ് ദി ആ ഫീലിംഗ് യു വിൽ നോട്ട് ഗെറ്റ് എനിവെയർ. ഇതിന്റെ ഒരു വിമർശനം പറയാറുള്ളത് തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ജില്ലാ ആശുപത്രി ഉൾപ്പെടെ, മുമ്പ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ രോഗികളെ ഇത് ഭയങ്കര പ്രശ്നം തന്നെയല്ലേ അവരെ സംബന്ധിച്ച്? ചെവികൾ അല്ലേ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം തന്നെ 100 മീറ്ററിന് അകലെയാണ്. 100 meters എവേ ആണ് ഹോസ്പിറ്റൽസ് എല്ലാം തൃശ്ശൂരുള്ളത്. അതെല്ലാം ആ സമയത്ത് അവരതെല്ലാം ഒഴിപ്പിക്കുക ചെയ്യും. പിന്നെ ക്ലാസ്സുകളെല്ലാം അവര് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അവര് അത് തന്നെ പ്രിവെന്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 വർഷം മുമ്പ് നമ്മുടെ അമ്പലത്തിന്റെ വടക്കനാഥന്റെ മുഴുവൻ ഓടുകളും പൊട്ടുമായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. കഴിഞ്ഞ 2016 കഴിഞ്ഞ് ഹാർഡ്ലി 10 ഓട് പൊട്ടിയാലായി. അല്ലാത്തതൊന്നും പൊട്ടുന്നില്ല. കാരണം ആ ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ അത്രയും വ്യാപ്തിയിലേക്ക് ഇപ്പം വെടിക്കെട്ട് നടക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട്. അതുകൊണ്ട് വളരെയധികം കുറവുണ്ട്. നേരത്തെ ഈ ആ അമ്പലത്തിന്റെ വടക്കുന്നാഥന്റെ ഗോപുരം നിൽക്കുന്ന ആ സ്ഥലത്തെ മുഴുവൻ ഓടുകളും റീപ്ലേസ് ചെയ്തു. ഇപ്പൊ അതിൽ വളരെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. അത്ര ഇമ്പാക്റ്റ് ഇല്ല. നേരത്തെ തെക്കങ്കാട് ഉള്ള കടകളിലെ ഗ്ലാസുകളൊക്കെ പൊട്ടുമായിരുന്നു. Nowadays there is not much report in that. ഇപ്പം എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ കുറവായിട്ടാണ് വന്നിട്ടുണ്ട്. ഹാർഡ്ലി അത് അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പൂരം കമ്മിറ്റിക്കാർ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അവർ വളരെയധികം അക്കാര്യത്തിലൊക്കെ അവർ വളരെ നടത്തണമല്ലോ. They are very positive and they do it very sincerely also. ഈ 2006 നടന്ന അപകടം ഉണ്ടല്ലോ, അതും ഈ ഇതുപോലത്തെ ഒരു ഇഗ്നറൻസ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള സെയിം ആണ്. 2006 പാറമേക്കാവിന്റെ അതിന്റെ ഡിറ്റോയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. സെയിം. There is no difference. ഇതിന് ശേഷമേ വടക്കുന്നാഥന്റെ ഈ പറയുന്ന മാനുഫാക്ചറിങ് സൈറ്റിൽ പോയി നോക്കിയപ്പോ അനുവദനീയമായതിൽ കൂടുതൽ സംഗതി ഉണ്ടാന്ന് മനസ്സിലായി ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തല്ലോ. ഇപ്പം അല്ല, ഇത് നടന്നില്ലായിരുന്നെങ്കിൽ അതും അന്വേഷിക്കായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ട്രൂത്ത് എന്ന് പറയുന്നത്. അതെ അതെ, അതെന്തായാലും ഇത് നടന്നുകൊണ്ടാണല്ലോ അവിടെ പരിശോധന നടത്തുകയും കപ്പാസിറ്റി കൂടുതലാണെന്ന് കണ്ടുകയും ചെയ്തത്. ദാറ്റ് വിൽ ബി ദേർ. ഈ പുറ്റിങ്ങലിലെ ഒരു സംശയം, അവിടെ 3500 കിലോയിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നോ ഫൈൻഡിങ്? എവിടെ വായിച്ചതാണ്? ഇങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പൊട്ടിത്തീർന്നല്ലോ അല്ലേ? എനിക്ക് എന്റെ ഓർമ്മയില് ഞങ്ങളത് ഒരു IIT മദ്രാസിലെ എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റുകാര് അവരെയൊക്കെ ഞങ്ങള് ഈ ആ ഹോള് അവിടെ വരുന്ന ഗർത്തത്തിന്റെ അളവിൽ നമ്മൾ എടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ അന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 82.3 TNT ഒരു സ്ഫോടനം TNT പൊട്ടിയാലുള്ള അതായിരുന്നു എൻ്റെ മനസ്സിൽ ഓർമ്മ. റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്. അത്രയും ഭയാനകമായ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു അവിടെ നടന്നത്. കാരണം അവിടുത്തെ ഗർത്തങ്ങൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് IIT മദ്രാസിലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ കാൽക്കുലേഷൻ അന്ന് നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തു. അതിൽ ഞങ്ങൾ റിപ്പോർട്ടിലുണ്ട് അതെല്ലാം. അത്രയും അധികം കാൽക്കുലേഷൻ, അത്രയധികം. പക്ഷെ അത് ഇറ്റ് വാസ് നോട്ട് എ ഡിസ്പ്ലേ, ഇറ്റ് വാസ് എ ഹ്യൂമൻ എന്താ പറയുക കറ്റാസ്ട്രോഫി. അവര് മാൻമെയ്ഡ് എന്നും പറയാനൊക്കെ മാനാണ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേർഡ് യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. അത് തികച്ചും അതില് ഏറ്റവും സങ്കടകരമായി തോന്നുന്നത് അതിന്റെ ചില അമ്പല കമ്മിറ്റിക്കാർ അതിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയുകയില്ലായിരുന്നു. ഇതെന്തുവാ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഈ ഫയർ വർക്സ് നടത്താനായിട്ട് ഒരു കമ്മിറ്റിയുണ്ട്. അവരെന്തുവാ ഈ അതിന്റെ അമ്പല കമ്മിറ്റിയുടെ ചെയർമാനും സെക്രട്ടറിക്കും ഒരു വിവരമില്ല. അവര് റിട്ടയർ ചെയ്ത് വന്നിട്ട് പല ബാങ്കുകളിൽ നിന്നും മറ്റും റിട്ടയർ ചെയ്ത മനുഷ്യരെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹത്തിനൊന്നും ഒരു വിവരവും ഇല്ല. എന്താ വെടിക്കെട്ട് എന്താ നടന്നത്, അതിനൊരു കമ്മിറ്റി ഉണ്ട് സാർ, ആ കമ്മിറ്റിയാ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ മൊഴിയെടുക്കുമ്പോൾ. പക്ഷെ ഇവരൊക്കെ അനുഭവിക്കുന്ന 6-7 മാസം അവർ അറസ്റ്റിലായിരുന്നു, അകത്തായിരുന്നു. അങ്ങനെ വളരെ ദുഃഖകരമായ സിറ്റുവേഷത്തിൽ അവർ കടന്നുപോവുകയുണ്ടായി. അതിന്റെ കൗണ്ടർ എഫക്ട്സും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കേൾവി ശക്തി നഷ്ടപ്പെട്ടവര്,
കണ്ണിന് പലരും ബേൺ ഇഞ്ചുറീസിൻ്റെ വന്നു കഴിഞ്ഞാൽ വേദന ഭയങ്കരമാണ്. ആ നാളുകൾ വെന്തു പോവുകയാണ്. വളരെയധികം ദുരനുഭവങ്ങൾ അവർക്കുണ്ടാകുകയുണ്ടായിട്ടുണ്ട്. അത്രയധികം വളരെ വിഷമകരമായ നിമിഷങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഓഫീസർ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇങ്ങനെയുള്ള ദുരന്ത മേഖലയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർക്ക് എപ്പോഴും ലൈഫ് വിൽ ബി എ ചാലഞ്ചിങ് വൺ. സങ്കടമായിരിക്കും അല്ലേ? അത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആ മൊഴി എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇറ്റ് ഈസ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നും പലരുടെയും. എനിക്ക് ഇന്നും ഓർമ്മയുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ തമിഴ്നാട്ടിലെ ഈ ഒരു പടക്കശാലയിൽ ഉണ്ടായൊരു അപകടത്തിൽ ഒരു യങ്സ്റ്റർ മരിക്കുകയുണ്ടായി, മണികണ്ഠൻ എന്നായിരുന്നു ഞാൻ പറഞ്ഞു. ആ മണികണ്ഠന് 24 വയസ്സേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഈ മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ അച്ഛനെ കാണാൻ ഞാനായിട്ട് പോവുകയുണ്ടായി. ഞാൻ ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾ രണ്ടുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുകയുണ്ടായിരുന്നു, സാർ അവൻ പാട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു, അവന് രജനീകാന്തിനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു, എപ്പോഴും അവൻ രജനീകാന്തിൻ്റെ ഫാനായിരുന്നു, അവൻ്റെ ഉള്ള എനർജി ഭയങ്കരമായിരുന്നു സാർ. 2 ആൺപിള്ളേരാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ ഇവൻ പോയതോടുകൂടി മറ്റവൻ ഗ്ലൂമിയായി, അവന് എന്തോ ഒരു വലിയ നദിയിലേക്ക് മുങ്ങിത്താണിട്ട് അവൻ തിരിച്ചു പൊങ്ങി വന്നില്ല എന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വേർഡ്. ഇറ്റ് ഹർട്ട്സ് അസ് എ ലോട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുകയും എന്തിനു വേണ്ടി ഇതെല്ലാം എന്ന് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മൾ കഴിയും. ഹി വെൻ ടു ദ റിവർ ആൻഡ് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ് എന്നാണ് അയാൾ എന്നോട് ആ തമിഴിലത് പറഞ്ഞത്. that hurts us also as an officer who has been a regulator in this field. We will feel that when you are granting a license or when you are inspecting a premises, we feel that our duty is to save that people from any injury. ഓരോ ഫാക്ടറിയിലും വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും തിരിച്ച് അന്ന് വൈകുന്നേരം അയാൾ തിരിച്ചു ചെല്ലുമ്പോൾ അയാളുടെ അമ്മയോടും അയാളുടെ അമ്മൂമ്മയോടും അയാളുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് തിരിച്ച് സന്തോഷത്തോടെ അവർ ജീവിക്കണം. നമ്മളെപ്പോഴും ബദൽ മാർഗങ്ങളെ പറ്റിയിട്ട് പറയുമല്ലോ. നേരത്തെ ഇപ്പോൾ ഗ്രീൻ പരിപാടി പറഞ്ഞു. പക്ഷെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ വേറെ തരം ഡിസ്പ്ലേയിലേക്കോ ഡിജിറ്റൽ പരിപാടികളിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ യൂറോപ്പിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ കാണുന്നത്. അത് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഈ 2006 ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്, അന്നത്തെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനന്ന് ഇവിടെ കൺട്രോളറാണ്. 2007 9 എന്ന് എൻ്റെ ഓർമ്മയില്ല കറക്റ്റായിട്ട്. അന്ന് ഞാൻ ഈ അമ്പല കമ്മിറ്റിക്കാരെ എല്ലാവരും മീറ്റിങ്ങിന് വിളിച്ചു. പറമേക്കാവ്, തിരുവമ്പാടി എല്ലാവരും വന്നു, എല്ലാ അമ്പല കമ്മിറ്റിക്കാരും വന്നു. ഞാൻ മീറ്റിംഗ് കൊച്ചിയിൽ വെച്ച് കൂടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് ഈ കേരളത്തിൻ്റെതായ ഈ അപകടകരമായ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ശിവകാശിയുടെ ഫയർ വർക്സ് ഉപയോഗിക്കാം. അപ്പോൾ എന്താ വരിക, നമ്മൾ ഒരു സജഷൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞു. അത് അവർ അപ്പം തന്നെ റിജക്റ്റ് ചെയ്തു. യു സെഡ് ഇറ്റ് കറക്റ്റ്ലി. അപ്പം നമ്മൾ ശിവകാശി ലോബിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാവും. മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഈ അപകടത്തിലാണ് നമ്മൾ പറഞ്ഞത് ഇത് അങ്ങനെ വരുന്നു, അതിനെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും, ഇത് നടക്കില്ല സാറേ, ഞങ്ങളുടേതായ കലയാണ്, അത് ആ കലയെ നമ്മൾ കൊണ്ടുപോയേ പറ്റൂ, അതിനാൽ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കോൺഫറൻസ് നടത്താം, 2 ദിവസത്തെ തൃശ്ശൂരിൽ വെച്ച് നടത്താം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറയും ശരി, സമ്മതിച്ചു സാറേ. അപ്പം ഞാൻ ഈ ശിവകാശിക്കാരെ ഫയർ വർക്സ് മാനുഫാക്ചർ ചെയ്യുന്നവരെ ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് 2-ാം ദിവസം രാത്രിയിൽ അവരെ കൊണ്ടൊരു ഫയർ വർക്സ് ഡിസ്പ്ലേ ഇവിടെ നടത്തിക്കാം. അവർക്ക് അത്ര സമ്മതമല്ലായിരുന്നെങ്കിലും നമ്മൾ റെഗുലേറ്റർ ആയതുകൊണ്ട് അവർ സമ്മതിച്ചു, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോൺഫറൻസ് പ്ലാൻ ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് എന്നൊരു സംഘടനയുണ്ട്, കെമിക്കൽ എഞ്ചിനീയർമാരുടെ സംഘടനയാണ്. അതിൻ്റെ ചെയർമാനുമായിരുന്നു ഞാൻ അന്ന്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അത് തൃശ്ശൂരിലെ ഹോട്ടലുണ്ടല്ലോ, എന്താ, ലുലു കൺവെൻഷൻ സെൻറ്റർ, അവിടെ വെച്ചാണ് ഞങ്ങൾ ആ പ്രോഗ്രാം അന്ന് ചെയ്തത്. അന്ന് ഏകദേശം കേരളത്തിലെ എല്ലാ പടക്ക നിർമ്മാണക്കാരും അവിടെ വന്നു. അപ്പം ഞാൻ ഈ ഫാക്കൽറ്റി, പെസോയുടെ ഫാക്കൽറ്റി ഉണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള, ഞങ്ങളുടെ ചീഫ് കൺട്രോളർ വരെ നാഗ്പൂരിൽ നിന്ന് വന്നത് ഇനാഗ്രേറ്റ്. ഐ റിമെമ്പർ ദാറ്റ് മിസ്റ്റർ നിഗമായിരുന്നു അന്ന്, അദ്ദേഹം എല്ലാം വന്നു.
എന്നിട്ട് ഞങ്ങൾ ആ കോൺഫറൻസ് 2 day കോൺഫറൻസ് ചെയ്തു. എന്നിട്ട് ഞാൻ ശിവകാശിയിലെ സോണി ഫയർവർക്സ് എന്നൊരു കമ്പനിയുണ്ട്, അവരെ കൊണ്ട് ഇവിടെ ഫയർവർക്സ് ഡിസ്പ്ലേ ചെയ്യിച്ചു. എന്നിട്ട് അതിലൊരു രസകരമാണ് ഞാൻ പറയാം, ആ ഡിസ്പ്ലേയിൽ വരുന്ന ബെസ്റ്റ് ഫോട്ടോഗ്രാഫ്സിന് ഞങ്ങൾ ബെസ്റ്റ് അവാർഡ്സ് കൊടുത്തു. അവർക്ക് അന്ന് അവിടെ ആണ്. അപ്പം ഈ ശിവകാശി ഫയർവർക്സ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റൂ, കാരണം അത്ര അപകടകരമല്ല. മനസ്സിലായേ? എന്നിട്ട് അതേ ഈ പറമേക്കാവും തിരുവമ്പാടിയും ചെയ്യുന്ന അതേ ലൊക്കേഷനിൽ ഇവർ ഡിസ്പ്ലേ ചെയ്തു അവരുടേതായ ഐറ്റംസ്. പക്ഷെ അന്നും 50,000-60,000 പേര് കാണാനുണ്ടായിരുന്നു. 2009 എൻ്റെ ഓർമ്മ. 2000 ഭയങ്കര ജനമായിരുന്നു. പക്ഷെ അത് പെസോയുടെ പരിപാടിയായിട്ടാണ് വന്നത്. അന്ന് നമ്മൾ ലൈസൻസ് എല്ലാം എടുത്ത് ചെയ്യിച്ചു, നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോലീസും ഞങ്ങളെല്ലാവരോടും സഹകരിച്ചാണ് ഇത് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് കൂവലാണ് കിട്ടിയത് ഈ ഫയർവർക്സിന്റെ ഡിസ്പ്ലേ. ചിലതൊക്കെ നല്ല ഐറ്റമായിട്ട് വന്നെങ്കിലും ഈ മറ്റേ തൃശ്ശൂരിന്റെ ഒരു ലക്ഷത്തി തൃശ്ശൂരിന്റെ പടക്കം ഈ വെടിക്കെട്ട് കഴിയുമ്പം ഒരു ആരോ വരുന്നത്, ഇതത്ര ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. അങ്ങനെ ഒരു നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്ന് പറയുകയാണ്. കാരണം അവരുടെ സൗണ്ടും മിന്നലും ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഈ തൃശ്ശൂരിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്, നെന്മാറ വേലയ്ക്ക് ഇട്ടിട്ട് ഇവർ പിരിവിന് പോകുമെന്ന് പറയുന്നുണ്ട് ഈ നെന്മാറ വേലക്കാർ. അപ്പം ആ അഗ്രികൾച്ചർ കർഷകരാണ് അവിടെ ഉള്ളത്. അവർ ആദ്യം ചോദിക്കുന്ന എത്ര കരിമരുന്ന് ഉപയോഗിക്കും ഈ കർഷകർ പിരിവിന് ചെല്ലുമ്പം, എത്ര ഉപയോഗിക്കുന്ന അത്രയും കാശ് അവർ കൊടുക്കും. അത് അവരുടെ ഒരു വികാരമാണ്. അതിനെ തടയിടാനായിട്ട് ഒക്കൂല. അപ്പോൾ ഈ ഞാൻ പറയുകയാണ്, ഇതിനെല്ലാം നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്, പരാജയപ്പെട്ടുവെങ്കിലും ഐ എം സ്റ്റേറ്റിംഗ് അതെല്ലാം ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2009 നമ്മൾ വെടിക്കെട്ട് നടത്തിയതും പരാജയപ്പെട്ടു പോയതും ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു നോക്കി. അന്ന് അവര് അതിൽ നിന്ന് ഒരു കാര്യം കഴിയും, അന്ന് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അതിലെ കുറെ ഐറ്റംസ് ഇവര് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. കാരണം കുറെയൊക്കെ അവർ മാറ്റം വരുത്തി. ഇതില് ശിവകാശിയുടെ പല ഐറ്റംസും വെടിക്കെട്ട് 101 പ്രാവശ്യം പോകുന്നു, 250 ഒറ്റ ഷോട്ടില്. അത് അവിടെ നിന്ന് തിരി വന്ന് കഴിഞ്ഞ് കത്തിക്കഴിഞ്ഞാൽ അതൊന്ന് ഇരുന്ന് കത്തിക്കോളും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവരെടുക്കുകയും കുറെയൊക്കെ അവര് കുറെ നല്ല കാര്യങ്ങൾ എടുത്തു. അങ്ങനെ നമ്മൾ അന്ന് 300ഓളം വന്ന് അവർ ട്രെയിനിങ് കൊടുത്തു. അവർക്കൊരു ബുക്ക് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു, എന്താണ് ഓരോ രാസപദാർത്ഥം. പക്ഷെ അതൊക്കെ അവർ വായിച്ചോന്നൊന്നും നമുക്കറിയില്ല. എന്നാ ഇങ്ങനൊരു അപകടം ഉണ്ടാവത്തുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മൾ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിച്ച് ഈ ഫയർവർക്സ് പാർക്ക് പോലുള്ളൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് അപകടകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിനെ ആചാരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ഇതിന്റെ അകത്തൊരു വൈകാരികത കൊണ്ടുവരുന്നത്. ഇത് ആചാരമാണ്, ആചാരം മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ആചാരം മാറ്റിയ ചരിത്രം തന്നെയാണ് എപ്പോഴും ഉള്ളത് ആണല്ലോ. ആചാരം ഇങ്ങനെ ഒരു നേതമായ സാധനമൊന്നുമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല. അതെന്തുകൊണ്ടാണ്? അതൊരു പൊളിറ്റിക്കൽ വില്ലിന്റെ പ്രശ്നമാണോ? നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടോ എന്തായിട്ടാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അങ്ങനെ മാറ്റം അഡമന്റായിട്ട് നിൽക്കുന്നതിന്റെ ഒരു കാരണം? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആചാരമാണെങ്കിലും പലയിടത്തും നമ്മൾ കോവിഡ് സമയത്ത് നടത്തിയതേ ഇല്ല. അപ്പൊ അത് കാലോചിതമായിട്ട് മാറണം. അത് അവരെല്ലാവരും തയ്യാറാവണം. പക്ഷെ ഇതില് ഒരു സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് ആവശ്യമില്ലാതെ വന്നപ്പോൾ നമുക്ക് ഈ ദുരിതങ്ങളും ഒക്കെ വന്നിട്ട് ഈ വർഷം ഇന്ന് പൂരമാണെന്ന് എൻ്റെ ഇന്ന് പൂരമാണ്, ഇന്ന് വെടിക്കെട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഇന്ന് തന്നെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൻ പക്വതയോടുകൂടി മുന്നോട്ട് വരാൻ തയ്യാറാവണം. തയ്യാറായില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രോബ്ലമാറ്റിക്. ഇത് എത്രത്തോളം വലിയ ബിസിനസ്സാണ് ഇൻ ടേംസ് ഓഫ് മണി? എത്രത്തോളം വലുതാണ് ഒരു സാധാരണക്കാരൻ? അതിനെപ്പറ്റി ഞാൻ ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും കേട്ടുകേൾവിയേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം കാലം ഒരു വെടിക്കെട്ട് തൃശ്ശൂർ പോലുള്ളിടത്ത് ഇറ്റ് വിൽ ബി കോസ്റ്റിംഗ് അറൌണ്ട് 70 to 1 crore. 70 to 1 crore. ചിലത് അതിൽ കൂടുതൽ വരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ കണക്ക് അത്രയധികം രൂപയുടെ
ചെലവുകൾ അവർക്ക് വെടിക്കെട്ട്, പക്ഷെ അവർക്ക് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും വെടിക്കെട്ടാണ്. ബിക്കോസ് അതിലാണ് അവർക്ക് ജനങ്ങളുടെ അട്രാക്ഷൻ വരുന്നത്. ജനങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാനും അവർ മുന്നോട്ട് വരും. അറിയോ, ഈ നെന്മാറ വേലയ്ക്കൊക്കെ ഫുൾ ഫണ്ടിങ് ഈസ് ഫ്രം ദ ഗൾഫാണ്. അവിടുത്തെ സ്പോൺസർഷിപ്പ് ഈസ് ഫ്രം ഗൾഫാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ ഗൾഫിൽ ദുബായിലെങ്ങാനും ചെന്നാൽ ഇവർക്ക് നമ്മളെ കണ്ടാൽ അറിയാം. ഇദ്ദേഹം തൃശ്ശൂർ നെന്മാറ വേലക്കാരനാണെങ്കിൽ പെസോഡ് ഓഫീസർ ആണെന്ന് പറയും. എയർപോർട്ടിൽ വെച്ച് പലരും വന്ന് എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രണവാൽ സാർ അല്ലേ, പെസോഡ് ഓഫീസർ അല്ലേ എന്ന് ചോദിച്ചിട്ട്. കാരണം കമ്പക്കാരാണ്, അല്ല ഫാൻസാണ്, വെടിക്കെട്ടിന്റെ ഫാൻസാണ് അവര്. എനിക്കൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് അവരെ അറിയേയില്ല. അപ്പൊ ഞങ്ങള് നെന്മാറ വേല കമ്മിറ്റിയിലുള്ളതാണെന്ന് പറയും, അല്ലെങ്കിൽ ഇതിന്റെ വേല കമ്മിറ്റിയിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇത് പലരും. കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഇതാണ് വെടിക്കെട്ടെന്ന് പറയുന്നത്. അത് വളരെ 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 അവരെ നമ്മൾ തൊഴുകല്ലാതെ ഒന്നും ചെയ്യാനൊക്കില്ല. കാരണം അത് അവിടെ നിന്ന് വിട്ടുമാറില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ തൃശ്ശൂർ പൂരവും വെടിക്കെട്ടും ആനയും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഈസ് എംബഡഡ് ഇൻ ദെയർ ബ്ലഡ്. അത് അവരെ മാറ്റി നിർത്തി ഒരു ഉത്സവമില്ല, അത് മാറ്റി നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകില്ല. അതുപോലെ തന്നെ പോകുന്നില്ല. അവിടെയൊക്കെ ഒരു ഫൊറൈൻ ചർച്ചൊക്കെ ഉണ്ട് തൃശ്ശൂര്. അവിടെയൊക്കെ എന്തൊരു വലിയ വെടിക്കെട്ടായിരുന്നു ഒരു കാലത്ത്. ഇന്നത് കുറച്ചു നിന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. പാവറട്ടിപ്പള്ളി അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു പലപ്പോഴും. പല അപകടങ്ങളും സ്പേസ് ഈസ് നോട്ട് ദെയർ. അവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് ഇല്ല, പക്ഷെ ഭയങ്കര ആവശ്യം അവർക്ക് വെടിക്കെട്ട്. പക്ഷെ അവരൊക്കെ തന്നെ ഇപ്പം ഈ ശിവകാശി ഫയർ വർക്സിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അങ്ങനെ ആകുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാം. പക്ഷെ അവരുടെ ആളുകളെ, അതായത് കാണികളെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയും. എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെയ്യാൻ കഴിയും. ബട്ട് സ്റ്റിൽ നെന്മാറ വേല എന്ന് പറഞ്ഞാൽ ഇവരെക്കാട്ടിലും വലിയ വെടിക്കെട്ടാ തൃശ്ശൂരിനെക്കാട്ടിലും. പക്ഷെ അവിടെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ അവിടെ സേഫ്റ്റി ഡിസ്റ്റൻസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ 120 വേണമെങ്കിലും 190 വേണമെങ്കിലും അവർക്ക് അതിന് ചുറ്റുവട്ടത്ത് അത്രമാത്രം സ്പേസ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവിടെ അപകടവും കുറവാണ്. അവർക്ക് എല്ലാ വിധത്തിലും സുരക്ഷിതമായിട്ട് അവിടെ കാണുക. അങ്ങനെയൊക്കെ ഉള്ളതിലേക്ക് പോകണം എന്നുള്ളതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രെയിൻറ്റ്, പോപ്പുലേഷൻ ഇൻക്രീസ് വരുന്നു, റോഡ്, ഇതെല്ലാം ആണ് ഒരു വലിയ കൺസ്ട്രെയിൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂരും നല്ലതായിട്ട് നടത്താം വേണമെങ്കിൽ.